ഞങ്ങൾ റിംഗ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് എൻ്റെ വിരലുകൾ, എൻ്റെ കൈ, അതുപോലെ തന്നെ ആ ആക്ടറിന്റെ വിരലുകൾ, ആക്ടറിന്റെ. എല്ലാവർക്കും നമസ്കാരം. ബാല എലിസബത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഡെയിലി ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ എലിസബത്തിന് നീതി ലഭിക്കണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനിലാണ് നമ്മൾ ഓരോരുത്തരും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് ബാല നിയമപരമായിട്ട് കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് എലിസബത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. തന്നെ താഴ്ത്തിക്കെട്ടാനും ഒക്കെ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എലിസബത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും കണക്ട് ആവാത്ത രീതിയിലാണ് ആ വീഡിയോ എനിക്ക് ഫീൽ ചെയ്തത്. എലിസബത്ത് ഇവിടെ ബാലയെ കുറിച്ച് ഡെയിലി വന്നിട്ട് തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, നമ്മൾ ഓരോന്നും കേൾക്കുന്നുണ്ട്. ജസ്റ്റിസ് ഫോർ ബാല, ജസ്റ്റിസ് ഫോർ എലിസബത്ത്. വീണ്ടും നമ്മൾ പറയുന്നത് #, എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മുടെ എല്ലാവരുടെ ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എലിസബത്തിന് നീതി ലഭിക്കുക. താൻ ഇത്രയും കാലം ഈ വ്യക്തിയിൽ നിന്നും അനുഭവിച്ചതിന് അവസാനം ഒരു നീതി ലഭിക്കുക. ഇത്രയും ദിവസം എലിസബത്ത് പോരാടിയതിന് ഒരു എൻഡ് ഉണ്ടാവുക. അല്ലാണ്ട് എന്നും ബാലയ്ക്കെതിരെ വീഡിയോ ഇട്ട് ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യമുണ്ടെന്ന്. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിൽ ബാലയെ നാറ്റിക്കാം എന്നല്ലാണ്ട് നിയമത്തിന്റെ സൈഡിൽ നിന്നിട്ട് ഒരു നീതിയും എലിസബത്തിന് കിട്ടത്തില്ല. എലിസബത്തിന് നിയമത്തിന്റെ സൈഡിൽ നിന്ന് നീതി കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് എലിസബത്ത് പോയി കേസ് കൊടുക്കണം. എലിസബത്ത് കേസ് കൊടുക്കാത്ത പക്ഷം എലിസബത്തിന് നീതി ലഭിക്കത്തില്ല. പകരം ബാലയാണ് ഇപ്പോ എലിസബത്തിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ അടുത്ത എലിസബത്ത് കൊണ്ട് കൊടുത്താലും പെട്ടെന്ന് ചിലപ്പോൾ കൗണ്ടർ ആയിരിക്കും അടിച്ച് നിൽക്കുന്നത്. ഒരു പക്ഷേ എലിസബത്ത് എത്രയും പെട്ടെന്ന് തന്നെ കേസ് കൊടുക്കണമായിരുന്നു. ഇതുവരെയും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നും എനിക്ക് അറിയത്തില്ല. കൊടുക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടത് നിയമത്തിന്റെ വശത്ത് നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാല കേസ് കൊടുത്ത് തുടർന്ന് ഇനി എലിസബത്തിന് എന്തായാലും കോൾ ചെയ്യുന്നതായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് എലിസബത്ത് അങ്ങോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ട് എലിസബത്ത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് കേട്ടു നോക്കാം. ഭീഷണിപ്പെടുത്തുന്നു, വയലൻസിന്റെ വഴി ഞാൻ അപ്പൊ വയലൻസിന്റെ വഴി പോണ ആളാണ്. അപ്പൊ എല്ലാത്തിനും തെളിവ് പുള്ളി തന്നെ തരുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ ഞാൻ റേപ്പ് ചെയ്യോ, എനിക്ക് റേപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ റേപ്പിന്റെ ഡെഫിനിഷൻ എന്താണ്? ഈ വേറെ ആളുടെ മുമ്പിൽ വെച്ച് ചെയ്ത സംഭവം എന്താണ്? വേറെ ആളിനെ രാത്രി ബെഡ്റൂമിലേക്ക് കയറ്റുന്നത് എന്താണ്? ഇത്ര കാലം കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് അത് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് എന്താണ്? ഇതൊന്നും ചോദിക്കാൻ ഒരു മീഡിയക്കാർക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബാലയുടെ സൈഡ് മാത്രമാണ് ഓരോ മെയിൻ സ്ട്രീം ചാനലും സംസാരിച്ചിട്ടുള്ളത്. അതായത് ബാലയുടെ മുൻ ഭാര്യ എന്നുള്ള രീതിയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ എലിസബത്ത് തനിക്ക് ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവം പടിപടിയായിട്ട് വീഡിയോ കണക്കിന് ഇട്ടിട്ട് ഒരു മീഡിയയും ചർച്ച ചെയ്തിട്ടില്ല. ഒരു മീഡിയയും എലിസബത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. നമ്മളെപ്പോലത്തുള്ള ചാനൽസുകാരാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു മെയിൻ സ്ട്രീം ചാനലും എലിസബത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ബാലയുടെ ഭാഗത്താണ് നീതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അമൃത വന്ന് അന്നൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ മാത്രമാണ് ആ ഒരു കേസ് ആ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ളത്. അല്ലാണ്ട് അതിനുശേഷം എലിസബത്ത് ഇവിടെ വന്ന് വാദോരാതെ പറഞ്ഞിട്ടും ഒരു പട്ടിയും മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് സത്യാവസ്ഥ. അത് തന്നെയാണ് സത്യാവസ്ഥ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല. എന്തുകൊണ്ടാണ് ഒരു ചാനലുകാരും എലിസബത്തിന് വേണ്ടി സംസാരിക്കാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാല ഇന്നലെ അവിടെ പോയി ഒരു കേസ് കൊടുത്തപ്പോൾ തന്നെ എല്ലാ മീഡിയക്കാരും അവിടെ ഉണ്ട്. എല്ലാവരും കൂടി വളഞ്ഞു കിടന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എലിസബത്തിന് എന്തുകൊണ്ട് ആരും മൈൻഡ് ചെയ്യില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ, ഫെയിം ഇല്ലാത്തത് കൊണ്ടാണോ, എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് ഈ കാര്യം നിൽക്കുന്നത്. എന്തായാലും ബാക്കി ആക്ച്വലി ഇത് പബ്ലിക്കായിട്ട് പല മീഡിയകളിലും വന്നതായിരുന്നു ഞങ്ങളുടെ കല്യാണ ഫംഗ്ഷൻ. അത് കല്യാണം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ പിന്നത്തെ നടന്ന കല്യാണം എല്ലാ വലിയ മീഡിയ ചാനൽസിൽ ന്യൂസ്, ഫ്ലാഷ് ന്യൂസ് ആയിട്ടാണ് എല്ലാ വലിയ മീഡിയസിലും വന്നത്. ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ ഫ്ലാഷ് ന്യൂസിലാണ് ഈ കല്യാണം വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആർക്കും തോന്നിയില്ല എന്തു പറ്റി എലിസബത്തായിട്ട് ഡിവോഴ്സ് നടന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു പെണ്ണിനെ ഇത്ര കാലം ഇങ്ങനെ കൂടെ കൊണ്ടിട്ട് ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ട് നടത്തിയിട്ട് പിന്നെ ഇങ്ങനെ കറിവേപ്പില പോലെ കളഞ്ഞത്? പിന്നെ ഇയാൾ തന്നെ പറയുന്നുണ്ട് മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന്. അത്യാവശ്യം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, എലിസബത്ത് മെന്റലി സ്റ്റേബിൾ അല്ല, മാനസിക രോഗിയാണ്. ഈ ഒരു സാധനം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു സാധനം. ഒരുപാട് മീഡിയ ചാനൽ അടക്കം വന്നിട്ടുള്ളതാണ് എലിസബത്തും ബാലയുടെയും കല്യാണം. ഉണ്ണി മുകുന്ദനൊക്കെ കല്യാണത്തിന് വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
എന്നിട്ട് ഒരു നിമിഷം വന്നിട്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഫെയർ അല്ല. പിന്നെ നിയമപരമായിട്ട് എലിസബത്തിനെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അത് മറ്റേ ഹൊറോസ്കോപ്പിന്റെ ഇഷ്യൂ കാരണം മറ്റേ നാളൊക്കെ നോക്കൂല്ലോ, നാളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തിൽ ഈ വയസ്സിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം വെച്ചിട്ട് ഉള്ള ഒരു വിഷയം എന്തോ ഉണ്ട്. അല്ലാണ്ട് എലിസബത്ത് ഈ വ്യക്തിയുടെ കൂടെ താമസിച്ചാണ് ജീവിച്ചതുമാണ്. ജീവിച്ചപ്പോഴാണ് ഇത്തരം അനുഭവങ്ങൾ എലിസബത്തിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആരും അത് ഏറ്റെടുക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരു മീഡിയാസും വരാത്തത്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇവര് തമ്മിൽ റിങ് മാറുന്ന ഒരു വീഡിയോ എലിസബത്ത് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഹായ്, ഞാൻ എലിസബത്താണ്. ആക്ച്വലി ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലൂര് താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ റിങ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് എൻ്റെ വിരലുകൾ, എൻ്റെ കൈ, അതുപോലെ തന്നെ ആ ആക്ടറിൻ്റെ വിരലുകൾ ആക്ടറിൻ്റെ കൈയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് വേറെ തരത്തിലൊന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എലിസബത്ത്, അതുപോലെ തന്നെ പുള്ളിയുടെ പേര് എൻ്റെ റിങ്ങിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ഇന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റിംഗ് എക്സ്ചേഞ്ച്. ഇത് കലൂര് വീട്ടിൽ പുള്ളിയുടെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ നടത്തിയ റിംഗ് എക്സ്ചേഞ്ച് ആണ്. അതിന്റെ വീഡിയോ ആണ് ഇത്. ഇത് അയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഇന്നെ പറ്റിക്കാനാണോ അതോ ശരിക്കും നടത്തിയതാണോ ഇപ്പൊ എനിക്കറിയില്ല എന്താ ഇതിന്റെ സ്റ്റാറ്റസ് എന്ന്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം? കല്യാണം നടത്തിയിട്ടില്ല, എനിക്ക് ഇങ്ങനത്തെ ഭാര്യനെ അറിയില്ല, എന്റെ ഭർത്താവാര് ആക്ടറാണോ ഡോക്ടറാണോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചിട്ട് വൈഫ്, അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മാലയിടുക, കുങ്കുമം തൊടുക, ഈ പരിപാടി എല്ലാം ചെയ്തു. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഞാൻ കെട്ടിയിട്ടില്ലെന്ന്. ആ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ അണ്ണൻ നിൽക്കുന്നത്. അണ്ണാച്ചി നീങ്ക എന്നാ പേസനെന്ന് എനിക്ക് ഒന്നുമേ പുറിയില്ലേ. പിന്നെ ഒരു കേസ് ഞാൻ ഇപ്പോഴും പറയാം, എലിസബത്തെ പ്ലീസ് ദയവ് ചെയ്തിട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് മാത്രം പോകാണ്ട് നിങ്ങളുടെ നടന്നിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറയാം. പക്ഷെ മറിച്ച് നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. എനിക്ക് അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. നിയമത്തിന്റെ വശത്തും കൂടി നിങ്ങൾ പോയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഉള്ള കാര്യം പറയാം, നമ്മൾ അങ്ങോട്ട് പോകണം. നമുക്കാണ് പ്രശ്നം. ഇനിയിപ്പം ഈ വുമൻസ് കമ്മീഷൻ മറ്റേ ഫെമിനിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരാരും ഇതിലൊന്നും ഇടപെടുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എലിസബത്തിന് അത്രയും ഹോൾഡ് ഇല്ലാത്തതുകൊണ്ട് മറ്റേ വ്യക്തിക്ക് നല്ല ഹോൾഡ് ഉള്ളത് കൊണ്ട് ആവാം, മേ ബി അതൊക്കെ ആവാം റീസൺ. ആരും ഇടപെടുന്നുമില്ല. ഒറ്റ മനുഷ്യൻ. അതിന്റെ റീസൺ വരും ദിവസങ്ങളിൽ അറിയട്ടെ, എന്തുകൊണ്ടാണ് എലിസബത്തിന് വേണ്ടിയിട്ട് ആരും സംസാരിക്കാനില്ലാത്തതെന്ന്. ഓക്കെ, നോക്കാം എന്തായാലും ബാക്കി. പിന്നെ അടുത്ത പറയാനുള്ളത്, ഞാൻ ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ MD പഠിക്കുകയാണ്. ഇയാൾ കാരണം എൻ്റെ MD പ്രിപ്പറേഷൻ തടഞ്ഞ് എൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കാണ്ട്, എൻ്റെ എക്സാം എഴുതാൻ സമ്മതിക്കാണ്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറെ വൈകിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കേസ് കൊടുത്തിട്ട് എൻ്റെ MD വൈകിപ്പിക്കുന്നു. എനിക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും, പോലീസ് സ്റ്റേഷനിന്നോ കോടതിയിൽ നിന്നോ എപ്പോൾ വിളിച്ചാലും ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ അവിടുത്തെ തൃശ്ശൂർ വീട്ടിലത്തെ വാതിൽ ചവിട്ടിപ്പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഫോൺ നമ്പർ എന്തായാലും എൻ്റെ പഴയ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഈ കേസ് കൊടുത്ത ആൾക്കാർക്ക് എന്തായാലും നമ്പറും കൂടി കൊടുക്കാൻ അറിയുമല്ലോ. അപ്പോൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ആർക്കാണ് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ടത് വെച്ചാൽ ഞാൻ എത്തും. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, എന്താ ചെയ്യേണ്ടത് ചെയ്യാം. ഇതിലൊന്നും എനിക്ക് ഒരു നാണക്കേടുമില്ല. ഞാൻ അബ്സ്കോണ്ടിങ് ആണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നുള്ള ആവശ്യമില്ലാത്ത ന്യൂസ് വരേണ്ട കാര്യമില്ല. ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടൊന്നും ചെയ്ത ആൾക്കാർക്കൊന്നും തെറ്റില്ല. ഈ വിളിച്ചു പറഞ്ഞ എനിക്കാണ് തെറ്റ് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ നല്ല എക്സാമ്പിളാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ. ഭയങ്കര നല്ല എക്സാമ്പിളാണ് കാണിച്ചു കൊടുക്കണേ. ഇവിടെ എലിസബത്തിനെ ജയിലിടാനൊന്നും പോകുന്നില്ല. അങ്ങേരെ കൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ചിലപ്പോൾ വിളിപ്പിക്കും. പക്ഷെ വിളിപ്പിച്ച് പോകുന്നതിന് മുന്നേ എലിസബത്ത് ഒരു കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ട് മാത്രം ഇരുന്നിട്ട് ഇവിടെ ഒരു നീതി ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേരെ അപ്പുറത്ത് ചിരിച്ച് കളിച്ച് ഉക്രി ഷോ നടക്കും. ഇതിപ്പോ അങ്ങേരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങേരെ ആദ്യം കൊണ്ടങ്ങ് കേസ് ഇട്ട് കൊടുത്തത്. അപ്പോഴിനി അടുത്ത എലിസബത്ത് കൊടുത്താലും കൗണ്ടറിന്റെ ആ ഒരു വശത്തിലായി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സമയം കളയാണ്ട് ആദ്യം തന്നെ പോയി കേസ് കൊടുക്കുക. അത്യാവശ്യം പോയി കേസ് കൊടുക്കാൻ മടിയാണെങ്കിൽ മെയിൽ അയച്ചാലും മതി. നമുക്ക് ഓൺലൈനിലൊക്കെ കേസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ചെയ്യാണ്ട് എന്നും ഇങ്ങനെ സംസാരിച്ചിട്ട് ഇതിൽ നിന്നൊരു നീതി ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സംസാരിക്കാനേ പറ്റത്തുള്ളൂ. എലിസബത്തിനെ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് പോയിട്ട് ബാലയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. എലിസബത്തിനെ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എലിസബത്ത് ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ബാക്കി ഒരിക്കലും എനിക്ക് തോന്നണില്ല
ഒരു റേപ്പ് വിക്ടിം വന്നിട്ട് ഇങ്ങനെ വലിയ ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നു. കാരണം ഇത്ര പബ്ലിക്കായിട്ട് നാണം കെടുത്തിയിട്ട് പത്രക്കാരും അത് കേട്ടിട്ട് ഇരിക്കണു. ഒരു കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് പോട്ടെ, അതൊക്കെ തിരിച്ച് ഒരു അക്ഷരം തിരിച്ച് ചോദിക്കാൻ പറ്റാണ്ട് ഇരിക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ള പ്രതീക്ഷയൊക്കെ പോയി. ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. എനിക്ക് അതിലൊരു നാണക്കേടും തോന്നുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന ജയിലിലെടുക്കാനേ പറ്റിയിട്ടുള്ളെങ്കിൽ അത് ഇന്റെ നാണക്കേടല്ല, അത് വേറെ പല സിസ്റ്റത്തിന്റെ നാണക്കേടാന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. എന്റെ പൊന്നു എലിസബത്തെ, സിസ്റ്റത്തിനെ കുറ്റം പറയും മുന്നേ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പോയി കേസ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് സിസ്റ്റത്തിനെ കുറ്റം പറയാം. ഇവിടെ സ്വമേധയാ കേസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു പക്ഷെ ചിന്തിച്ചിരുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ പ്രതികരിച്ച് വരുമ്പോൾ വുമൻസ് കമ്മീഷനും അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമെന്ന്. ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയില്ല. ഓക്കെ, അവിടെ നിന്ന് ആരുടെയും സഹായം കിട്ടിയില്ല. മറിച്ച് നിങ്ങൾ ഉറപ്പായിട്ട് അങ്ങോട്ട് പോയി കേസ് കൊടുക്കാതെ ഇങ്ങോട്ട് വന്ന് കേസ് എടുക്കത്തില്ല സ്വമേധയാ പോലീസ്. അതിന്റെ ആവശ്യം അവർക്കും ഇല്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കേസ് കൊടുക്കുക. കേസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട്. അല്ലാണ്ട് ഇവിടുത്തെ സിസ്റ്റത്തിനെ മാത്രം നമ്മൾ കുറ്റം പറയുന്നതിൽ എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് സിസ്റ്റത്തിന്റെ ഫോൾട്ടുകളൊക്കെ പറ്റിയിട്ട്, ഇവിടുത്തെ നിയമത്തെയും നിയമവ്യവസ്ഥയും പറ്റിയിട്ട്. പക്ഷേ എലിസബത്ത് കേസ് കൊടുത്തതിന് ശേഷം അതിന് നീതി ലഭിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇവിടുത്തെ സിസ്റ്റത്തെയും നിയമത്തിനെയും നിയമവ്യവസ്ഥയും നമുക്ക് കുറ്റം പറയാം പൂർണ്ണമായിട്ടും. അല്ലാത്ത പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാനും കുറച്ച് ആലോചിച്ചു, ഇവര് സ്വമേധ കേസ് എടുക്കുമോ ഇല്ലയോ, ആരും സഹായത്തിനില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവുക, കേസ് കൊടുക്കുക. അപ്പോഴവർ കേസ് എടുത്തില്ലെങ്കിൽ നമുക്ക് പറയാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ബാക്കി കേട്ടോ. പിന്നെ ഇത്ര പബ്ലിക്കായിട്ട് വയലൻസ് ചെയ്യും, ഇടിക്കും, അടിക്കും, അതുപോലെ തന്നെ തോക്ക് കേസുണ്ട്, ഇതിന്റെ പല ഇതുണ്ട്, അതൊന്നും വരുന്നില്ല. ഒരു പെണ്ണിനെ, അതും ഇതിന്റെ പഴയ ഡിവേഴ്സ് കേസൊക്കെ എടുത്തു വന്നിരിക്കണം. പുള്ളിക്ക് ഇതിന്റെ പഴയ മ്യൂച്വലി ഡിവേഴ്സ് ആയിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയും. ഇനി അങ്ങേക്ക് വീണ്ടും കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഞാൻ അത് പറഞ്ഞിരിക്കും. ഇവിടെ എലിസബത്ത് തോക്കിന്റെ കേസ് പറയുന്നുണ്ട്. അത് മറ്റേ ചെകുത്താനുമായിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഇവിടെ ഒരു വെറും സാക്ഷി മാത്രമാണ്. അത് കണ്ടിട്ടുണ്ട്, ബാലയുടെ കയ്യിൽ തോക്കുണ്ടെന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു സാക്ഷി മാത്രമാണ് എലിസബത്ത്. മറിച്ച് ബാലയുടെ കയ്യിൽ തോക്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല. അല്ല, എവിടെയും ഒളിപ്പിച്ചാണ്, ഓക്കെ ഫൈൻ. നമ്മളെല്ലാവരും സംസാരിക്കുന്ന ബാലയുടെ തോക്കും ചെകുത്താന്റെ തോക്കും കിടുതാപ്പൊന്നുമല്ല. ഇവിടെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങേരിൽ നിന്നും നേരിട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത്. എലിസബത്തിന് നീതി ലഭിക്കുക. അതിപ്പോ ഇയാള് ഇത്ര കേസിനൊക്കെ ഒപ്പം നടന്നിട്ട് ചുക്കാൻ പിടിച്ചിട്ട് ഇപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് ചോദിക്കണു. അതെന്താ കാര്യം എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഞാനൊരു ഗസ്റ്റ് ഹൗസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനി എത്ര കാലം ഈ ഫേസ്ബുക്ക് ID ഉണ്ടാവോ അല്ലെങ്കിൽ യൂട്യൂബ് ID ഉണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. അവരിഞ്ഞി അതിൻ്റെ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യാനാണോ പറയുക, അല്ലെങ്കിൽ ഇതിൻ്റെ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്യാനാണോ പറയുക, എന്താ ചെയ്യാന്നറിയില്ല. ഇനി അറസ്റ്റ് ചെയ്യാണോ എന്നറിയില്ല. ഇനി തൂക്കിക്കൊല്ലാൻ വരെ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ വിചാരിക്കണു. പറയുന്നത് വിട്ടുതരങ്ങളൊന്നും വിളിച്ചു പറയാം, അങ്ങനെ ഒന്നും ഇവിടെ ചെയ്യത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം പോയി കേസ് കൊടുക്കുക. അല്ലാണ്ട് ഇവിടെ ചാനൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക ഒന്നും ചെയ്യത്തൊന്നുമില്ല. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത ചിന്തിച്ച് നമ്മുടെ ഹെൽത്തിനെ മോശമാക്കി വെക്കരുത്. എനിക്കിതാണ് എലിസബത്തിന്റെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ എത്രയും വേഗം പോയി നിയമപരമായി ഈ വിഷയം നേരിടുക. അല്ലാണ്ട് നീതി ലഭിക്കാൻ ഇങ്ങോട്ട് വന്ന് കേസെടുക്കാനും കോടതി നിൽക്കത്തില്ല, പോലീസുകാർ നിൽക്കത്തില്ല. നമ്മൾ അങ്ങോട്ട് കൊണ്ട് കേസ് കൊടുത്താലേ അവർ അന്വേഷിക്കത്തുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉറപ്പായിട്ടും എലിസബത്തിന് നീതി ലഭിക്കണമെങ്കിൽ എലിസബത്ത് തന്നെ രംഗത്തിറങ്ങണം. ഓക്കെ, എലിസബത്ത് രംഗത്തിറങ്ങി കേസ് കൊടുക്കുക. നമ്മളെപ്പോലെയുള്ള എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഉറപ്പാണ്, പൂർണ്ണ സപ്പോർട്ടുണ്ട്. പക്ഷേ കേസ് കൊടുക്കാൻ നമുക്കാർക്കും പറ്റത്തില്ല. അത് എലിസബത്ത് തന്നെ കൊടുക്കണം. മനസ്സിലായോ? എന്റെ വശം നോക്കുക എന്നേ എനിക്ക് എലിസബത്തിന്റെ അടുത്ത് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് പുതിയ വീഡിയോ ഇടണം.